അങ്ങനെ രണ്ടാമത്തെ തവണയും ഹോസ്പിറ്റലിൽ. അടുത്ത ആൾ അപ്പുറത്ത് കിടക്കുന്നുണ്ട്, രണ്ടാളും ഓരോ സൈഡിൽ. 2 രോഗിനെ കൊണ്ടും കണ്ടോ നടത്താൻ പണി. ഒന്ന് കയ്യിൽ കാനിലിട്ടിട്ടുണ്ട്, കാനിലിട്ടിട്ട് ഇത് അടുത്തിന് തീരെ വയ്യ. ഇതിന്റെ കാനില് ആദ്യം വന്നത് എനിക്ക്, പിന്നെ വന്നത് ഇവർക്ക് രണ്ടാക്കും. പിന്നെ മൊത്തത്തിൽ ഞാൻ വീഡിയോ വ്ളോഗ് എടുക്കണം എന്ന് കരുതും. ആദ്യം എടുക്കണം എന്നിങ്ങനെ കരുതും. പക്ഷെ ഈ ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ട് എനിക്ക് വയ്യാതായി. ഇവർക്കും എല്ലാവർക്കും, വീട്ടിലെ ഒരു മനുഷ്യന് അസുഖമല്ല, എല്ലാവർക്കും വെച്ച. അമ്മമാർക്കൊക്കെ പറ്റ വയ്യ. എനിക്കൊരു ആശ്വാസം കിട്ടിയപ്പോൾ എല്ലാവരോട്ടും ആസ്പത്രിക്ക് ഓരോ ദിവസം നടക്കുക. അതന്നെ ഇപ്പൊ പണിയത്. ഒരു ചാക്ക് മരുന്നും കിട്ടിയേക്കാണ്. എന്താ അങ്ങക്ക് ഉണ്ടാക്കാൻ പറ്റിയത്? എന്താ പ്രശ്നം? എന്താണ് മറക്കണ? എന്താ എ സി ഓഫാക്കി ഇട്ടുകൂടും. ഓഫാക്കിപ്പോ പറ, എങ്ങനുണ്ട്? ഇങ്ങോട്ട് നോക്കി പറയേ. എന്താ അത്രയും? ഞാൻ അന്നേ വിളിച്ചത്, അവരൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക്. മുർഷിദാനോട്ട് ഒരു വട്ടം പോയി, ഒരു ഇഞ്ചക്ഷൻ കഴിച്ച്. അന്ന് തസ്ലീനെ വിളിച്ചു. അപ്പൊ തസ്ലി ഹോസ്പിറ്റലിലേക്ക് ഇല്ല, ഓളെ വിചാരം ഗുളിക മാറുപ്പത്തെ പനിന്നാണ്. പിന്നെ മേലും കൈയും വേദനിച്ചിട്ട് ഭയങ്കര വേദന. ഇതാ മറ്റാള് ഇങ്ങനെ ഇരിക്കണോക്കാ, എന്തോളാ ബുദ്ധിമുട്ട്. തൊണ്ടന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത്രയും പഴുപ്പ് വന്നിട്ടുണ്ട്. രണ്ടാൾക്കും അതാണ് പ്രശ്നം. ആ പഴുപ്പ് വെച്ചിട്ടാണ് ഈ പനിക്കുന്നത്. ഗുളിക ഒന്നും നിൽക്കാത്തതുകൊണ്ട് ആന്റിബയോട്ടിക് ആണ് ഇപ്പോൾ, അതായത് IV ആയിട്ട്, ഇഞ്ചക്ഷൻ ആയിട്ട്. അപ്പൊ അത്രയും പഴുപ്പ് വന്നിട്ടാണ്. തസ്ലീം മുർഷിയൊക്കെ 2-3 ദിവസമായിട്ട് ഭയങ്കര കടത്തം തന്നെ, നീക്കാൻ തന്നെ വയ്യ ആയിരിക്കും. ഇപ്പൊ മെയിൻ ഞാനാണ് കിച്ചണിലും റൂമിലും. തസ്ലിയേ ഇപ്പൊ എനിക്ക് പിന്നെ ഉണ്ടാക്കാൻ അറിയാണ്ട് കുഴപ്പമില്ല, നിങ്ങള് പട്ടിണി നടക്കൂല. പക്ഷെ ഇവരൊന്നും കഴിക്കണില്ല. ഇവർക്ക് രണ്ടാക്കും കയ്പാ. ഐറക്കുട്ടിക്കും ജലദോഷമായിരുന്നു, അത് മാറി. പിന്നെ അമ്മമാർക്കും വയ്യ. എല്ലാം കൊണ്ടും സകലകല സാറായിക്കണു, എല്ലാം കൊണ്ടും അല്ലേ. ഇനി രണ്ടാളും ഒപ്പം വയ്യാണ്ടാവും. രണ്ടാളല്ല, എനിക്കും വയ്യാന്നോ. എനിക്കിപ്പോ ജലദോഷം ചുമ മാത്രമേ ഉള്ളൂ. പനി വന്ന് മാറി, പെട്ടെന്ന് മാറി. പക്ഷെ ഇവർക്ക് മാറണില്ല. എനിക്ക് ജലദോഷം മാറാനുള്ളൂ, പക്ഷെ ഇവർക്ക് പനി ഇതൊന്നും മാറണില്ല അല്ലേ. എന്തായാലും ഇനി കുടി പോയിട്ട് ഗുളിക ചോർന്നിട്ട് ഗുളിക കുടിച്ചു കഴിഞ്ഞാൽ സെറ്റാവും. എന്താപ്പോ രണ്ടാക്കും ഒരേ കേടന്നെ, രണ്ടാക്കും വെജങ്ങ. പിന്നെ വന്നപ്പോ എല്ലാവർക്കും കിട്ടി, ഉമ്മാക്ക് മാത്രം കിട്ടാത്തത്. പനിയില്ലല്ലോ, ഉമ്മാക്ക് മരിച്ചോ? അപ്പൊ ഇനി ആർക്കും തികയാൻ ബാക്കിയില്ല. ഏറ്റവും അടങ്ങാറ് ഉമ്മമാടെ സുഖല്ലായൊക്കെ എല്ലാരും ചോദിച്ച് ഇങ്ങനെ മെസ്സേജ് അയക്കലുണ്ട്. ഉമ്മമാക്ക് തീരെ വയ്യ. മമ്മ കഞ്ഞി കുടിച്ചോ? ഭക്ഷണമൊക്കെ കമ്മിയാണ്, കടത്തം തന്നെയാണ് എപ്പോഴും. കുറവുണ്ടോ? എല്ലാരും ദുആയിൽ ഉൾപ്പെടുത്തിട്ടോ. മമ്മ കുറവുണ്ടോ? ആ ശരി. ഡയപ്പർ ഇട്ട് കൊടുത്തോ? എന്നാ ഇട്ട് കൊടുത്തടി. അതടുക്കൂ. അല്ല ഈ കോലത്തിൽ എങ്ങനെയമ്മ? മമ്മ കഞ്ഞി വയറ് നിറച്ച് കുടിക്കോണ്ടിട്ടോ. ആ പിന്നെ വീട്ടിലത്തെ എല്ലാവർക്കും പനി ആയി കഴിഞ്ഞാലേ ആർക്കെങ്കിലും ഒരാൾക്ക് പനി ഇല്ലാത്ത ഒരാളുണ്ടാവുമല്ലോ, ഓരിങ്ങനെയൊക്കെ അടുക്കളയിലൊക്കെ മീൻ പൊരിക്ക, മീൻ കറി വയ്ക്ക. ആ മീൻ നല്ല അയിലുണ്ട് മസാല വെച്ച് വെച്ചത്, ഇതാണ് പൊരിക്ക. മറ്റേ പനിക്കാർക്ക് കഞ്ഞിയാ എന്തെങ്കിലും വേണ്ട. അപ്പൊ മീൻ പൊരിച്ചത് തിന്നട്ടെ, നമ്മക്ക് ചോറും മീനും. അപ്പൊ നിങ്ങൾ മെൻഷൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടോ? അതായത് പനി എല്ലാവർക്കും വന്നു കഴിഞ്ഞാല് പിന്നെ ആ വീട്ടിലത്തെ ഓളിഞ്ഞോള് നിങ്ങളാ കാലം, അടുക്കള മൊത്തം ഞമ്മക്ക്. അന്ന് രാവിലെ ഇന്നല്ല കുറച്ച് 2-3 ദിവസമായിട്ട് ഞാൻ തന്നെ മെയിൻ കൊടുത്തെ. തട്ടിക്കൂട്ട് തന്നെ. പിന്നെ നമുക്ക് ഇതൊക്കെ അറിയാണ്ട് കുഴപ്പമില്ല. ചില കാര്യങ്ങൾ അറിയാത്ത എനിക്ക് ദോശ ഇങ്ങനെ പരത്തുമ്പോ ഇങ്ങനെ ആക്കാൻ പറ്റുന്നില്ല.
ഇപ്പൊ ക്ലിയറാ. ഇപ്പൊ ഏത് ഹോട്ടലിലും മെയിൻ പണിക്കാരനേക്കാൾ അടിപൊളിയാണ്. ഇപ്പൊ ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ എല്ലാരും പനിയൊന്നും വെച്ചോണ്ടിരിക്കരുത്, പെട്ടെന്ന് ആശുപത്രി കാണിക്കുക. ഇവരെ മാരൊന്നും ചെയ്യരുത്. ഇവർക്ക് ഇപ്പൊ പല പണി കിട്ടി. രണ്ടാക്കും ഇപ്പൊ ഇഞ്ചക്ഷൻ സൂചി വെക്ക ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പൊ നമ്മൾ ഒഴിഞ്ഞു നിക്കണം, അല്ലെങ്കിൽ മേത്തേക്കാവും. അതല്ല അപ്പൊ ഇതൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അവിടെ അതൊക്കെ ആവശ്യം വരും നമുക്ക്. നമ്മളിതിന് പണ്ട് മുതലേ പ്രൊഫഷണൽ ആയതുകൊണ്ട്, പ്രോ ആയതുകൊണ്ട് നമുക്ക് സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് നമുക്കൊക്കെ പഠിച്ചുകൊള്ളു. ഇതെന്താ പറയുക, നമുക്ക് മെയിനായിട്ട് പറയുന്നത് ഇപ്പൊ പനി സീസണാണ്. വൈറൽ പനി എല്ലായിടത്തും ഉണ്ട്. പനി വന്നു കഴിഞ്ഞാൽ വെച്ചോണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ പനി പഴയ പോലെ അല്ല. മേലുകായി വേദന, കാല് വേദന ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡോക്ടർക്ക് എന്തായാലും പോവുക. ആരും വെച്ചോണ്ടിരിക്കണ്ട. ആഹാ എന്താ മണം, എന്താ ഇന്റെ മസാല ആയതുകൊണ്ടാക്കാരല്ലേ ഇങ്ങനെ മണം. ഇങ്ങനെ നീ കൂട്ടുമ്പോ ഇതിലാണ് രസാക്കാരം. അപ്പോ പിന്നെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്ന് ഭക്ഷണം കഴിച്ച് തസ്ലി കുറച്ച് കഞ്ഞി കുടിച്ച് ഒന്നും കഴിക്കണമെന്നില്ല. കഴിക്കുമ്പോൾ കഴിക്കാന്ന് പറഞ്ഞിട്ട് കഴിക്കണില്ല ഭക്ഷണം. മുർഷിദ് അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇനി കാണിക്കേണ്ടത് ചൊവ്വാഴ്ചയാണ്, മറ്റവർക്ക് ശനിയാഴ്ചയും. അപ്പോൾ 2-3 ദിവസം റെസ്റ്റ് എടുത്തിട്ട് കാരണം ചൂടുവെള്ളം നല്ല ഗാർലി, അതായത് മറ്റേ വായിൽ നല്ല ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ കൊളോന്നാക്കിയിട്ട് അങ്ങനെ ചെയ്തിട്ട് ശരിയാവണം. അതുപോലെ തന്നെ ഞാൻ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ മുർഷിദാക്ക് ചെയ്യുന്ന പോലെ ഇഞ്ചക്ഷൻ വെക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ശ്രദ്ധിക്കുക, മരുന്ന് കുടിക്കുക. അപ്പോൾ 2 ദിവസത്തിന് വീട്ടിൽ പോകാമെന്ന് എഴുതിയിട്ടാണ്. ഇത് സാഹചര്യത്തിൽ തീരെ വയ്യാണ്ടിട്ടാണ്, അല്ലെങ്കിൽ വീട്ടിലൊന്നുമില്ല, പോകില്ല. കാരണം ഉമ്മമാർക്കും വയ്യാത്തതല്ലേ. എന്താ ഉണ്ടാത്ത സംസാരിക്കാൻ വയ്യ, തൊണ്ട ഇവിടെയൊക്കെ ഉണ്ടല്ലോ വേദന. കുറെ മരുന്നൊക്കെ കുടിച്ചു, സെറ്റ് ആവണില്ല. ഇൻഷാല്ലാ അതൊക്കെ ചെറിയ പ്രശ്നങ്ങളാണ്, ശരിയാവും. അപ്പം ഇങ്ങനെയാണ് വിവരങ്ങൾ. ശരിയാവട്ടെ. പിന്നെ അപ്പം ഉമ്മമാൻ്റെ അവസ്ഥയും ബുദ്ധിമുട്ടാണ്. അപ്പം എല്ലാവരും വായിൽ ഉൾപ്പെടുത്തി. ഞങ്ങൾ കണ്ടില്ല, ഞാൻ കൂടുതൽ കാണിക്കാത്ത ഞമ്മക്ക് ഇടങ്ങാറ്. അന്നപ്പോൾ ഉമ്മമ്മ ഉച്ചഭക്ഷണം കഴിക്കുമ്പോഴാണ് ഉമ്മാനോട് പറയണത്. ഉമ്മമ്മക്ക് ഒന്നും അറിയില്ല. എൻ്റെ വയറ്റിലേ അയറക്കുട്ടി അതൊക്കെ ഉണ്ടോ എന്തായാലും മുഖത്ത് വെച്ചിരിക്കണേ, എൻ്റെ വയറ്റിൽ എന്തൊരു മുഴ ഉണ്ട് എന്ന്. അപ്പം ഉമ്മ കരയാ ഇടങ്ങേറ്. പക്ഷെ ഉമ്മക്ക് കരയാ. അപ്പം ഞാൻ പറഞ്ഞു പുണ്ണിൻ്റെ ആണ്, അല്ലാണ്ട് എല്ലാം എൻ്റെ വയറിലുണ്ട് എന്തോ മുഴ. ഇവിടെ തൊട്ടുകാരം തൊടുമ്പോൾ സംഭവം കാണുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഇടങ്ങാറ്. എന്തായാലും പടച്ചോൻ പെട്ടെന്ന് ഷിഫയാക്കി കൊടുക്കട്ടെ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബേഗ ഉണ്ടാക്കും. പിന്നെ നല്ല പനിയാണ്. അയർക്കും എനിക്കൊക്കെ ജലദോഷം തന്നെയാണ്. അയർക്കുന്ന പനി വല്ലാണ്ട് തട്ടിയിട്ടില്ല. ഇപ്പം പനിക്കാലാണ്, സീസണാണ്. ഒരാൾക്ക് വന്നാൽ പരിയത്ത് എല്ലാവർക്കും പനി തന്നെയാണ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ള വീട് പണി കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് പണി കഴിഞ്ഞിട്ടുണ്ട് പടവ്. അപ്പം ഞാൻ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ഇന്നിപ്പോൾ വയ്യ, എന്തായാലും അടുത്ത വീഡിയോ അപ്പം എന്തായാലും ഇൻഷാല്ലാ അടുത്ത വീഡിയോ ഞാൻ വീടിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു. എൻ്റെ വീട് പണി ഇതുവരെ ആയി, എങ്ങനെയായി. നമ്മൾ നിർത്തി വെച്ചിരുന്നു താൽക്കാലികമായിട്ട്, പക്ഷെ പിന്നെ തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഞാൻ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.